നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. അങ്ങനെ അതിർത്തി മേഖലയിൽ പലതരത്തിലുള്ള നീക്കമാണ് ഭീകരരുടെ നേതൃത്വത്തിൽ പാകിസ്ഥാന്റെ ഇടപെടലോടുകൂടി നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ സൂചനകൾ ഇതിന് മുന്നേയും ലഭിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, അതിർത്തിയിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ലോഞ്ച് പാഡുകൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായിരിക്കുന്നു. 1 അല്ല 9 എണ്ണം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ജമ്മുവിൽ നിന്നും ഒട്ടും സുഖകരമല്ലാത്തൊരു വാർത്ത കൂടി ലഭിക്കുന്നത്. നമ്മുടെ ദേശീയ സുരക്ഷാ അന്വേഷണ ഏജൻസിയുടെ തൊട്ടടുത്ത് നിന്നും ആസ്ഥാന മന്ദിരത്തിനടുത്ത് ചൈനീസ് നിർമ്മിത റൈഫിൾ ടെലസ്കോപ്പ് കണ്ടെത്തിയിരിക്കുന്നു. റൈഫിൾ ഉപയോഗിക്കുന്ന സ്കോപ്പാണ്, ദൂരദർശിനിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊരു വലിയ സുരക്ഷാ ഭീതിക്ക് തന്നെ വഴിയൊരുക്കിയിരിക്കുന്നു. അങ്ങനെ ജമ്മുവിൽ വീണ്ടും സുരക്ഷ കർശനമാക്കുകയാണ്. സ്നൈപ്പർ റൈഫിളുകളിലും അസോൾട്ട് റൈഫിളുകളിലും ഘടിപ്പിക്കാവുന്ന അത്യാധുനിക ടെലസ്കോപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ ജമ്മു നഗരവും പരിസര പ്രദേശങ്ങളും അതീവ ജാഗ്രത പാലിച്ചു പോവുകയാണ്. ജമ്മു മേഖലയിലെ അസ്രാബാദിലാണ് ഈ സംഭവം ഉണ്ടായത്. 6 വയസ്സുള്ള ഒരു ആൺകുട്ടിക്കാണ് മാലിന്യ കൂമ്പാരത്തിനകത്തു നിന്നും ഒരു റൈഫിൾ സ്കോപ്പ് കിട്ടിയത്. കളിപ്പാട്ടം എന്ന രീതിയിൽ കുട്ടി ഇതെടുത്ത് കളിക്കുകയായിരുന്നു. ഇതിനിടയിൽ രക്ഷിതാക്കൾ കാണുകയും എന്തോ അപാകത തോന്നുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പോലീസിനെ വിവരമറിയിച്ചത്. എവിടെ നിന്ന് കിട്ടി എന്നുള്ള അന്വേഷണം കുട്ടിയിലേക്ക് പോയപ്പോൾ ഇതിൻ്റെ വേര് എവിടെയെന്ന് കൃത്യമായി കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നിർവീര്യമായ പല ഭീകര ക്യാമ്പുകളെയും നിർജ്ജീവമാക്കുകയല്ല, മറിച്ച് പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്നത്. അങ്ങനെ ഭീകരർക്ക് സജീവമാകാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും വളവും ഒരിടവേളയ്ക്ക് ശേഷം പാക് നൽകുന്നു എന്ന സൂചന നേരത്തെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം തന്നെയാണ് അതിർത്തിയിൽ 9ഓളം ജെയ്ഷെ മുഹമ്മദിൻ്റെ ലോഞ്ച് പാഡുകൾ സജീവമായി എന്ന വാർത്ത കൂടി കിട്ടിയിരിക്കുന്നത്. NIA ഓഫീസ്, ജമ്മു കാശ്മീർ പോലീസിൻ്റെ സുരക്ഷാ ആസ്ഥാനം എന്നിവയ്ക്ക് തൊട്ടടുത്തുള്ള കാട് പിടിച്ച പ്രദേശത്താണ് നേരത്തെ പറഞ്ഞ സ്കോപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. CRPF ബറ്റാലിയൻ ആസ്ഥാനവും SSB കേന്ദ്രവും സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാന മേഖല കൂടി. ചൈനീസ് ലിപിയിലുള്ള അടയാളങ്ങൾ ഈ ടെലസ്കോപ്പിൽ കാണുവാനായി സാധിക്കുന്നുണ്ട്. ഭീകരരുടെ നുഴഞ്ഞുകയറ്റ സാധ്യത അടക്കം കണക്കിലെടുത്ത് സുരക്ഷാ സേനകൾ പ്രദേശത്ത് അരിച്ചുപറക്കി സുരക്ഷാ പരിശോധന നടത്തുകയാണ്. ജമ്മു കാശ്മീർ പോലീസും മറ്റ് കേന്ദ്ര സുരക്ഷാ ഏജൻസികളും സംയുക്തമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്കോപ്പാണ് ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു കോൺസ്പിറസി തന്നെ സംശയിക്കുന്നുണ്ട്. വലിയൊരു ഗൂഢാലോചനയുണ്ടോ എന്നത് പരിശോധിച്ചു വരികയാണ്. സ്നൈപ്പർ തോക്കിൽ ഘടിപ്പിക്കാവുന്നതാണ് ഈ കണ്ടെത്തിയിരിക്കുന്ന റൈഫിൾ സ്കോപ്പ്. സംഭവത്തിൽ സാംബ സ്വദേശിയെ പോലീസ് ഉടനടി തന്നെ പിടികൂടിയിട്ടുണ്ട്. സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും പോലീസും ഇക്കാര്യം സമാന്തരമായി തന്നെ അന്വേഷിക്കുന്നുവെന്നാണ് ജമ്മു കാശ്മീർ ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നത്. പൊതുജനങ്ങൾ ഒരു കാരണവശാലും പരിഭ്രാന്തരാകേണ്ടതില്ല. പഴുതടച്ചുള്ള അന്വേഷണം നടക്കുന്നു. സുരക്ഷാ പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിലില്ല. അതൊക്കെ തന്നെ പോലീസ് കൃത്യമായി പരിശോധിക്കുമെന്ന ഉറപ്പ് നൽകുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ലോഞ്ച് പാഡുകളെക്കുറിച്ച് കൂടി വാർത്തകൾ പുറത്തു വരുന്നത്. അതിർത്തി രക്ഷാസേനയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടത്. അന്താരാഷ്ട്ര അതിർത്തിക്ക് തൊട്ടപ്പുറത്തായി ഈ നീക്കങ്ങൾ ഇന്ത്യൻ സേനയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ജമ്മു കാശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് അപ്പുറത്തുള്ള പാകിസ്ഥാൻ പ്രദേശങ്ങളിലാണ് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനായി തയ്യാറെടുക്കുന്ന 9ഓളം കേന്ദ്രങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അവിടെ വീണ്ടും പ്രവർത്തനം തുടങ്ങിയെന്നാണ് BSF ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പരിശോധനകൾ നടത്തിയതും. ഇതിനിടയിൽ തന്നെയാണ് റൈഫിൾ ടെലസ്കോപ്പ് കണ്ടെത്തിയതും. ഇന്ത്യൻ സുരക്ഷാ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദ ശൃംഖലകൾക്ക് തന്നെ, അവരുടെ നെറ്റ്വർക്കുകൾക്ക് തന്നെ വലിയ ആഘാതം, പ്രഹരമേൽപ്പിച്ച ഒന്ന് തന്നെയായിരുന്നു. ഇതിനുള്ള തിരിച്ചടിയായിട്ടാണ് ജെയ്ഷെ മുഹമ്മദ് അവരുടെ താവളങ്ങൾ വീണ്ടും സജ്ജമാക്കുന്നത്. മഞ്ഞുകാലം തുടങ്ങുന്നതിന് മുൻപ് പരമാവധി ഭീകരരെ ഇന്ത്യൻ മണ്ണിലേക്ക് കടത്തിവിടാനാണ് പാകിസ്ഥാൻ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീകര സംഘടനകളും ഇതിനുവേണ്ടിയുള്ള നീക്കം സജീവമാക്കി കഴിഞ്ഞു. ഭീകര കേന്ദ്രങ്ങൾ സജീവമായി എന്ന റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് അതിർത്തിയിൽ BSF ആകട്ടെ നിരീക്ഷണവും ശക്തമാക്കി കഴിഞ്ഞു. ഡ്രോണുകൾ ഉപയോഗിച്ചും അത്യാധുനിക നിരീക്ഷണ ക്യാമറകൾ വഴിയും അതിർത്തി ഗ്രാമങ്ങളിലും വനപ്രദേശങ്ങളിലുമൊക്കെ കർശന പരിശോധന നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും ISIയുടെയും നേരിട്ടുള്ള സഹായത്തോടെയാണ് ഈ ലോഞ്ച് പാഡുകളൊക്കെ തന്നെ പ്രവർത്തിച്ചു പോരുന്നതെന്നാണ് ഇന്ത്യൻ ഏജൻസികൾ വിലയിരുത്തുന്നത്. ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഏത് നീക്കത്തെയും ഏത് സാഹചര്യത്തിലും ചെറുക്കാൻ ഇന്ത്യൻ സൈന്യം സജ്ജമായിരിക്കുന്നു. ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്ന കാര്യം കൂടി ഉറപ്പിച്ചു പറയുകയാണ് ഈ അവസരത്തിൽ. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.